السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പരിശുദ്ധ ശരിയാങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ, മുസ്ലിമായ ഞങ്ങളെല്ലാവരും മരിക്കുന്നവർത്തോളം ഏത് ജാഗൽ വെച്ചിട്ട് എന്തായെങ്കൊരു ദോഷ എന്തായെങ്കൊരു തപ്പ് ആക്കൊപ്പുമ്പത്തുകു അപ്പമേ നമുക്ക് അള്ളാന്റെ പേടി പറഞ്ഞു. നാനാക്കടെ അങ്ങനത്തെ ഈ ദോഷ ഈ തപ്പു ആറ് നോക്കില്ലെങ്കിലും ആറ് നണ്ടോട്ട് കേട്ടില്ലെങ്കിലും നന്റെ പടച്ച റബ്ബ് നോക്കിയിട്ടുള്ള അവന് നണ്ടോട്ട് കേക്കിട ഒരു നാളല്ലെങ്കിൽ ഒരു നാല് നാനാക്കി അങ്ങനത്തെ ഈ ദോഷ സ്വന്തം നന്റതേ ബർബാദാക്കി ബുഡ്ഡു ചെല്ലങ്ങനത്തെ ഒരു പേടി വെച്ചിട്ട് മരിക്കുന്നവർത്തോളം തക്വത്തോടു കൂടെ ജീവിക്കുന്നു ചെന്നിട്ട് നന്റെ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വസിയത്താക്കിയിട്ടുള്ള നന്റെ ഇന്നത്തെ കുത്തുബത്തെ വിഷയ ഖുർആനും ഇന്നത്തെ മുസ്ലിമും ഈ വിഷയത്തിലായിട്ടിക്കിടും. സഹോദര സഹോദരിമാരെ, ഞങ്ങൾ വലിയ നസീബുകാർ. കാരണം എന്തെ കൊണ്ടുണ്ട അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവുക്ക് ഇറക്കിയ കിതാബിൽ വെച്ചിട്ട് ഏറ്റവും പോരിഷാക്കപ്പെട്ട് ബർക്കത്താക്കപ്പെട്ട് ഒരു കിതാബായിട്ട് ഇവിടെ അള്ളാഹു തആല ഞങ്ങൾക്ക് തന്നിങ്ങനത്തെ ആ പവിത്രമായ ഖുർആൻ നിങ്ങൾ നോക്കൂ. അത് എത്ര വർഷത്തിനുണ്ട് ഞങ്ങൾ ഓതിട്ടുള്ള, എന്നിട്ട് അതിന് കൊതി തീരില്ല. എത്ര വർഷത്തിനുണ്ട് വർത്ത ഓതിരെ ഞങ്ങൾ കേട്ടിട്ടുള്ള, എന്നിട്ടും ഞങ്ങൾ കൊതി തീരില്ല. അത്ര പോരിഷാക്കപ്പെട്ട ഒരു കിതാബായിട്ട് ഇവിടെ അള്ളാഹു തആല ഞങ്ങൾക്ക് തന്നെ ആ കിതാബ്. അൽഹംദുലില്ലാഹ്, ഈ കിതാബ് ഈ ഖുർആൻ മരിക്കുന്നവർത്തോളം ഞങ്ങൾക്ക് അകത്തുണ്ട്. ഞങ്ങളിത് നേരായ തീർന്നു കുറ്റം പോകും. അള്ളാഹു ചെന്ന പോലെ ജീവിക്കും. അള്ളാഹിന്റെ ഹുക്കുമിടെ മീറി പോത്തെ പോലെ ഞങ്ങൾ കൺട്രോൾ ആക്കും. ഒരു താക്കത്തിൽ ഞങ്ങത്തെ പവർഫുൾ കിതാബായിട്ട് ഇവിടെ ഖുർആനും അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇത് പഠിക്കും. നിങ്ങൾ നോക്കൂ, ഇതങ്ങനത്തെ കിതാബ് ചെന്നിട്ട് അള്ളാഹു തആല ഇതിനെ പരിചയമാക്കി നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ യൂനുസിൽ അള്ളാഹു തആല ദുനിയാവുടെ മനുഷ്യന്മാരെ വിളിച്ച് വളക്കരുത്. അവനായിട്ട് ഇവിടെ പടച്ചിട്ട് ഈ ദുനിയാവിൽ നിന്ന് എല്ലാ മനുഷ്യന്മാരെ
അങ്ങ് ഏത് ധർമ്മത്തിൽ വേണമെങ്കിൽ കെട്ട്, അങ്ങനെ പടച്ചിരത് ആ പടച്ച റബ്ബായിട്ടിക്കിട്. അവൻ ചെന്ന പോലെ ജീവിക്കുകയായിട്ടിക്കിട്, ഖുർആനും സുന്നത്ത് ചെന്ന പോലെ ജീവിക്കുകയായിട്ടിക്കിട്. അങ്ങനെ പടച്ചിര അള്ളാഹു താല. അതിലേക്ക് അള്ളാഹു താല നോക്കോർ അള്ളാഹു താല വിളിച്ചിട്ട് അങ്ങോട്ട് പലക്കരുടെ യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യന്മാര്, ഈ ദുനിയാവിൽ നിന്ന് മനുഷ്യന്മാർക്ക് എല്ലാ നിഅമത്തിനെ കൊടുത്തിട്ടും അങ്ങനെ പോത്തിട്ട് കൺട്രോൾ ആക്കിയിട്ട് അങ്ങനത്തെ പടച്ച റബ്ബ് അങ്ങോട്ട് പലക്കരുടെ ഖദ് ജാഅതുകും മൗഇളതും മിൻ റബ്ബികും, നിങ്ങളെ റബ്ബുടെ പക്കൽ നിങ്ങൾക്ക് ഒരു ഉപദേശം വന്നത്, ഒരു കിതാബ് വന്നത്. എങ്ങനത്തെ കിതാബ്, എങ്ങനത്തെ ഖുർആൻ കൊണ്ടുണ്ടത്, അതിൽ നിന്ന് ഉപദേശം, എങ്ങനത്തെ ഉപദേശം കൊണ്ടുണ്ട് നിങ്ങൾക്ക്? വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളെ ഹൃദയത്തെ ഉള്ളിൽ, നിങ്ങളെ മനസ്സിലെ ഉള്ളിൽ നിന്നകത്തെ ആ രോഗ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും മനുഷ്യരുടെ ഹൃദയത്തിൽ പുരോഹിതന്മാർ കോൺക്രീറ്റ് ഇട്ട് വെച്ച പോലെ ഇട്ട് വെച്ചിരാർ. അത് സാധാരണ തങ്ങൾക്ക് അതിനെ പൊട്ടുപാട്ടൊക്കെ സാധ്യമല്ല. ആ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തും ഇതിനെ പൊട്ടുപാട്ടിലെ താക്കത്ത് ആർക്ക് ഇവിടെ കൊണ്ടുണ്ട? അള്ളാന്റെ ഖുർആൻക്ക് മാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുക്ക് മാത്രം. അത്ര പവർഫുൾ കിതാബായിട്ട് ഇവിടെ ഞങ്ങളെ പള്ളിയിലും മദ്രസത്തിലും മൗത്തിലും ഇന്ന് കിതാബ് ഞങ്ങളെ ഹൃദയത്തിൽ ഇന്നത്. ആ കിബറും അഹങ്കാറും ഹസദും പക ഗജ്ജ് ನಾನು ಚೆಲ್ಲಗತ್ತೆ ಅಹಂಕಾರ ಇದರ ಸಮತ പൊട്ടുപാടിട്ട് പൊടിപ്പൊടിയാക്കിയിട്ട് വലിച്ചിട്ട് എറിയിടങ്ങനത്തെ ಅದಕ್ಕೆ ಶಿಫಾ, ആ രോഗത്തിനകത്തെ ಶಿഫ ഈ ഖുർആനിലുണ്ട്. ആ ಶಿഫ നമുക്ക് കിട്ടുന്നുണ്ടായെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്നങ്ങത്തെ ആ ഷിർക്കും ഖുറാഫാത്തിനെ കോൺക്രീറ്റ് ഇട്ട് വെച്ച പോലെ ഇട്ടാറല്ലേ പുരോഹിതന്മാർ, അതിനെ പൊട്ടുപാടിട്ട് വലിച്ചെറിയൊക്കെ താക്കത്തിന്നങ്ങത്തെ ഖുർആൻ അതിന് ഞങ്ങൾ ഓതും. അതിന് ഓതിയെങ്കിൽ മാത്ര അതിൽ നിങ്ങൾക്ക് ಶಿಫಾ കിട്ടും. അള്ളാഹു താല ಶಿಫಾ തണ്ട, ആ സീക്ക് ಶಿಫಾ തണ്ട, വെറുതെ കിട്ടില്ല. അത് ഓതും, അത് മനസ്സിലാക്കും, അതിനെ അറിയും, അതുപോലെ അമലെടുക്കും. അവിടേക്ക് തീർത്തില്ല. എങ്ങനത്തെ കിതാബ് പഠിച്ചതായ റബ്ബ് ചൊല്ല് വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഈ ഖുർആനെ സ്വീകരിച്ചിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അതുപോലെ അമലെടുത്തിട്ട് ജീവിക്കണത്തെ മുഅ്മിനീങ്ങളുള്ളവരല്ലേ അല്ലാഹു തആല അങ്ങോട്ട് ഈ ഖുർആന്റെ മുഖാന്തര അങ്ങനെ ഹിദായത്തിലാക്കട. ഇതിൽ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിട്, അള്ളാന്റെ പക്കലിന്റെ റഹ്മത്ത് കിട്ടിട്, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നെമ്മതിയും വിജയം എല്ലാം വെച്ചിട്ട് അല്ലാഹു തആല ഈ ഖുർആനിലായിട്ട് ഇക്കിട്. അത് കേട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആന്റെ വിഷയത്തിൽ അങ്ങ് പരിചയമാക്കിയിട്ട് നോക്കൂ. തന്റെ ഉമ്മത്തിമാരെ വിളിച്ചു ചൊല്ലി അബ്ശിറൂ, തന്റെ ഉമ്മത്തിമാർ നിങ്ങൾ സന്തോഷപ്പെടൂ. എന്തിനേക്കായിട്ട്? ഫഇന്ന ഹാദൽ ഖുർആൻ തർഫുഹു ബിയദില്ലാഹ്. എങ്ങനത്തെ ഖുർആൻ കൊണ്ടുണ്ട്? ನಾನು ಕೋನ ഖുർആൻ ಇದರ ಉದಾಹರಣೆ എങ്ങനെ കൊണ്ടുണ്ട? ಅದಕ್కొരു ಉದಾಹರಣೆ ನಾನು ತಂದೆ. അതൊരു കയറിന പോലെ, ഒരു ബല്ലിന പോലെ. അതിലെ ഒരു കൊടി ആകാശത്തിൽ നിന്ന് റബ്ബിയുടെ കയ്യിലുണ്ട്. ആ കയറിലെ ഒരു കൊടി ആകാശത്തിൽ നിന്ന് റബ്ബിയുടെ കയ്യിലുണ്ട്. അവിടേക്ക് തീർത്തില്ല. വതർഫുഹു ബിയദീകും, ആ ബല്ലിയുടെ ആ കയറിലെ പിന്നൊരു കൊടി നിങ്ങളുടെ കയ്യിലുണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ എപ്പോ ഖുർആൻ ഓതണം ഐക്കേറ്റ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നരെ ഫതമസ്സകൂ ബി, നിങ്ങൾ അതിനെ നല്ല പോലെ പിടിക്കണം. ആ ഖുർആന്റെ നിങ്ങൾ ജാവും പോലെ ഓതണം, അതിനെ മനസ്സിലാക്കണം. നിങ്ങൾ അത് ചെന്ന പോലെ നിങ്ങൾ ജീവിക്കണം. നിങ്ങളുടെ കയ്യിൽ വലിയ ഒരു താക്കത്തുണ്ട്, ഒരു ശക്തിയുണ്ട് നിങ്ങളുടെ കയ്യിൽ. അള്ളാഹു ആ ഖുർആന്റെ ഒരു കൊടി, ആ ബല്ലിയുടെ ഒരു കൊടി അള്ളാഹ് പിടിച്ചില്ല. ആ ബല്ലിയുടെ ഒരു കൊടി നിങ്ങളുടെ കയ്യിലുണ്ട്. പവർഫുൾ സംബന്ധം നിങ്ങളുടെ കയ്യിൽ. അള്ളാഹു നിങ്ങളെ കൈപിടിച്ചില്ല ഖുർആന്റെ ചെന്നിട്ട്. അതിലിട്ട് നിങ്ങൾ അതിനെ മിടുക്ക് പിടിക്കോറു, നിങ്ങൾ അതുപോലെ ജീവിക്കോറു. അതുപോലെ നിങ്ങൾ ജീവിച്ചാറുണ്ടായെങ്കിൽ ലം തഹ്ലികു വലം തുദില്ലു അബദ. നിങ്ങൾ എന്തായെങ്കിലും ആരും നിങ്ങളെ ബർബാദാക്കുക സാധ്യല്ല, ആരും നിങ്ങളെ ഹലാക്കാക്കുക സാധ്യല്ല. നിന്റെ ഉമ്മത്തിമാര് ആരും നിങ്ങളെ തെറുതപ്പാട്ടുക സാധ്യല്ല. നിങ്ങൾ മാത്രം അതിനെ പഠിക്കോറുണ്ട്. നിങ്ങൾ ആ ഒരു പലക്ക അള്ളാഹും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ആ ഉപദേശത്തെ മാത്രം നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, മാത്രം നിങ്ങൾ ജീവിച്ചിട്ടായിടെങ്കിൽ എങ്ങനെ എത്തന്നങ്ങ? എത്ര വലിയ സ്ഥാനമാനത്തേക്ക് എത്തത്തന്നങ്ങ? എത്ര ഇസ്സത്തിക്കത്ത് നിങ്ങൾക്ക്, എത്ര ഇസ്സത്തിക്കത്ത്, എത്ര വലിയ വിജയ കിട്ടത്ത് നിങ്ങൾക്ക്. ആ സഹബാക്കന്മാർ ഇതേ ഖുർആൻ ഫസ്റ്റ് കയ്യിൽ പിടിച്ച 6 സഹബാക്കന്മാർ. സുബ്ഹാനല്ലാഹ്. അങ്ങ് എങ്ങനെന്നാർ ഫസ്റ്റ് ഈ ഖുർആൻ അങ്ങനെ മുട്ടപ്പോ എത്ര കാട്ടി മുന്നൽ അങ്ങനെ
അള്ളാഹു താല അങ്ങനെ പരിചയാക്കടത് അങ്ങ് മസ്തു ബെടക്കത്തറാക്കിണ്ടിന്നാറ് ഷിർക്കും ഖുറാഫാത്തും ഹറാമും ബഡ്ഡും റാക്കും അടിയും ഗലാറ്റം കൊലം ആയിട്ട് എന്തെല്ലാം ബെടക്കത്തരത്തിൽ മുങ്ങിട്ടിന്നാർ ജലീലായിട്ടിന്നാർ ആറും ക്യാറാക്കിണ്ടില്ല അങ്ങലത് ആറും അങ്ങൊക്കെ പേടിച്ചോണ്ടില്ല അത്ര ജലീലായിട്ടിന്നാറങ്ങ ആ അറബിമാർ മക്കത്തെ അറബിമാർ എപ്പ അങ്ങനെ മുട്ട ഖുർആൻ പൊയ്ത്ത ആ ഖുർആന്റെ സന്ദേശം അങ്ങ് കേട്ടാറാ ആ ഖുർആൻ ചെന്നപ്പോലെ ജീവിക്കുക അങ്ങ് റെഡിയായാറാ അങ്ങനെ ഉമ്മ പുറത്തിട്ടിട്ട് ചില ആൾമാരെ ദൗത്തിനെ പുറത്തിട്ടാറ് കുടുംബത്തങ്ങ് പുറത്തിട്ടാറ് ആയിങ്ക അങ്ങ ഈ ഖുർആൻ ഓതിയെ കേട്ട് ഈ ഖുർആൻ ചെന്നപ്പോലെ ജീവിച്ച കേട്ട് ഉമ്മ വിട്ടിത്തു കുടുംബത്തങ്ങ് വിട്ടാറ് ആയിങ്ക അങ്ങ് ഖുർആന്റെ വിട്ടില്ല ആയിങ്ക അങ്ങ് ഖുർആന്റെ വിട്ടില്ല അങ്ങനെ ബിസിനസ് വിട്ടാറങ്ങ അങ്ങനെ സുഖ സമ്പത്ത് വിട്ടാറ് അങ്ങനെ റായ വിട്ടാറ് ആയിങ്ക അങ്ങ് ഖുർആന്റെ വിട്ടില്ല വെടുക്ക് പിടിച്ചാറങ്ങ അതിനെ പഠിച്ചാറ് അത് ചെന്ന പോലെ ജീവിക്കുക റെഡിയായിറങ്ങ ഈ ഖുർആൻ ചെന്ന പോലെ ജീവിക്കുക റെഡിയായ കയറ്റ് എത്ര ആൾമാരെ കൊന്നാറ് അങ്ങനെ ജിയ പോയെങ്കിൽ വലിയല്ല ഖുർആൻ കൈത്തപ്പി വിട്ടില്ലങ്ങ അങ്ങ റായ ബുടകു സമത്തെ റെഡിയായാറ് റായ സമത്തെ വിട്ടാറങ്ങ് പറഞ്ഞ റായ ആയെങ്ക ഖുർആൻ വിട്ടില്ല ഉമ്മു സലമ അബു സലമ മാപ്പിളോർ മോത്തലു പെഞ്ഞയോർ മോത്തലു കിടവർ മോത്തലു എന്തിനെ കേട്ട് ഖുർആൻ പിടിച്ചേക്ക് ഖുർആൻ ഓതിയേക്ക് ഖുർആൻ ചെന്ന പോലെ അമലർക്കൊക്കെ റെഡിയായേക്ക് അങ്ങ് ಬೇರೆ ಬೇರೆ അങ്ങ് വലിയല്ല ഖുർആന്റെ അങ്ങ് കൈ വിട്ടില്ല ഖുർആൻ ചെന്ന പോലെ അങ്ങ് ജീവിക്കുക റെഡിയായാറ് സുമയ്യ റളിയല്ലാഹു അൻഹു അടിച്ചിട്ട് ചിത്രഹിംസ കൊടുത്തിട്ട് കൊന്നാറ് ജിയ പോയെങ്കിൽ വലിയല്ല ഖുർആനിന്റെ കൈത്തപ്പി പോത്തീറ ഖുർആൻ ചെന്ന പോലെ നക്ക് ജീവിക്കുന്നു ചെന്നിട്ട് ജിയ സമത്തെ കൊടുത്താറ് കൈക്കാല് കട്ടാക്കിട്ടെടുത്താറ് കണ്ണു കൂന്തിട്ടെടുത്താറ് ബയർ കീത്താക്കാറ് ആയെങ്ക അങ്ങ് ഖുർആൻ വിട്ടില്ലങ്ങ ഖുർആൻ ചെന്ന പോലെ ജീവിച്ചാറങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് ಬೆಲೆ ಬೆಲೆ ಸ್ಥಾನಮಾನ ಕೊಡ್ತಾ ಇಜ್ಜತ್ತಿനെ ಕೊಡ್ತಾ ಅಧಿಕಾರത്തെ ಕೊಡ್ತಾ വിജയത്തെ കൊടുത്താ അങ്ങനെ എന്നെ കോമിടങ്ങ് തിരിച്ചാക്കാറ് മുട്ടാക്കാറ് സുബ്ഹാനല്ലാഹ് പരലോകത്തിൽ അങ്ങ് വലിയ വിജയ വലിയ സ്ഥാനമാണ് അങ്ങനെ ദോഷത്തെ അല്ല മാഫാക്ക അല്ല അങ്ങനെ പിരിസാക്ക അങ്ങ് അള്ളാന്റെ പിരിസാക്കാറ് ഈ ഖുർആന്റെ മുഖാന്തര അതിലെ അങ്ങോട്ടിന്ന് ചില ആൾമാർ മക്കത്തെ ശത്രുമാർ അങ്ങനെ ശത്രുവായി അങ്ങ് സത്യനിഷേധി അങ്ങ് കാഫിറായ അങ്ങനെ പുരോഹിതന്മാർ അങ്ങനെ വിളിച്ചു ചെന്നാറ് വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ ഇസ്ലാമിന്റെ ശത്രുമാർ ബാക്കി അങ്ങനെ വിളിച്ചു ചെന്നാറ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്തെ ഖുർആന്റെ നിങ്ങൾ മാത്ത് അത് ഓതുക പോണ്ട അവിടെ ക്ലാസ് ആയിട്ടുണ്ട് ആ ക്ലാസ്സുക്ക് പോണ്ട ആ വിഷയം നിങ്ങൾ കേൾക്കണ്ട ആ വിഷയത്തെ മാത്ത് നിങ്ങളോട് ചെന്നിട്ടായെങ്കിൽ അതിലെ പ്രോഗ്രാം അതിലെ ക്ലാസ് മാത്ത് അവിടെ നിങ്ങൾ ಬಂತಾയെങ്കിൽ അവിടെ പോയിട്ട് ಗಲಾಟೆ നിങ്ങൾ കല്ലെറിയರು തുപ്പರು ഓടുമാറ്റರು നിങ്ങൾക്ക് എന്തിനാർ ചെന്നിട്ടെങ്കിൽ ഇത് മങ്കാക്കിയാർ പുരോഹിതന്മാർ ഖുർആന്റെ മുട്ട പോകിട്ടില്ല ഖുർആന്റെ മുട്ട ക്ലാസ് പോകിട്ടില്ല ഖുർആന്റെ പഠിക്കോകിട്ടില്ല സത്യനിഷേധിയായ ഇറങ്ങാം അള്ളാന്റെ അദാബുകാരനായ നോക്കൂ ഡിഫറൻസ് നോക്കൂ ആല് വ്യത്യാസ മൂമിനായതും സത്യനിഷേധിയായതും ഏത് കാരണത്താൽ ഖുർആന്റെ കൈവിട്ട കാരണത്താൽ അങ്ങ് സത്യനിഷേധിയായാർ ഖുർആൻ പഠിച്ചില്ല ഖുർആൻ ചെന്ന പോലെ ജീവിച്ചില്ല സത്യനിഷേധിയായാർ ಇಂಡತ್ತೆ ಮುಸ್ಲಿಂ ನಿಮಗುಂತುಂಟು ಯಾರತ್ತೆ ವಿಷಯ ಯಾರತ್ತೆ ಮುಸ್ಲಿಮಿಡ ಅವಸ್ಥೆ ಅಂದ್ರೆ ತಿಂಗಳ್ಗೋರು ಕಥ ಓದ್ರೆ ಮುಸ್ಲಿಂ ಅಲ್ಲಾರ್ ಮಾತ್ರಮ್ಮ ആ ഖുർആൻ എന്തിരെ ചെല്ലു ചെന്നിട്ട് ഒരു ആയത്തിനെ പഠിക്കുക റെഡിയില്ല വിടില്ല ഉസ്താദുമാർ വിടില്ല ഒരു ആയത്തിനെ അർത്ഥ പഠിക്കുക വിടില്ല ലണ്ട ഖുർആൻ ഈ ഒരു ബുക്ക് കൊണ്ടുപോയിട്ട് ഒരു കിതാബ് കൊണ്ടുപോയിട്ട് ഒരു പഠിക്കുക വിടില്ല നീ മാത്തതൊക്കെ അർത്ഥ പഠിച്ചെങ്കിൽ നീ തെറുത്തപ്പെട നൂതനവാദിയാവിടെ ചെന്നിട്ട് പേടിപ്പാട്ടിയാർ ഖുർആന്റെ ഒരു അർത്ഥ നിങ്ങൾ നോക്കില്ലേ 60 ವರ್ಷത്തോളം ವಯಸ್ಸಾയിട്ട് 60 ವರ್ಷത്തോളം ഖുർആൻ ಓದಿಂಟುಳ್ಳಾರ್ ಭಾರಿ ಬೇಜಾರ್ಲೆ ಆಲೋಚನೆ ಹಾಕೋರು ನನ್ನ ಪ್ರಿಸತ್ಯ ಸಹೋದರಿಮಾರ ನನ್ನ ಪಲಕ ಎವಡೆಲ್ಲ ದಿಚ್ಚಿ ಕೇಟುಂಟುಳ್ಳಾರ್ ನೀಂಗ ಇಂದത്തെ മുസ്ലിം സമുദായത്തെ വിഷയത്തിലൊന്ന് ആലോചന ಹಾಕೋರು നീങ്ക 60 ವರ್ಷത്തുണ്ട് ഖുർആൻ ಓದಿಂಟುಳ್ಳಾರ್ ആയെങ്ക
ഖുർആന്റെ ഒരു ആയത്തിന് ഒരു അർത്ഥം മനസ്സിലാക്കുക അങ്ങോട്ട് ആവില്ല, പുരോഹിതന്മാർ വിടില്ല. അള്ളാന്റെ ഒട്ടുക്കുന്ന ആൾക്ക് കൊറോടിൽ പൂനെയിൽ പെട്ട എഗ്രിമെന്റ് ആക്കിയിട്ടുള്ളാറ്, പ്രാമിസ് ആക്കിയിട്ടുള്ളാറ്. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. പഠിച്ചതായ റബ്ബെ, ഞങ്ങൾ നിന്റെ മാത്രം ഇബാദത്ത് എടുക്കണേ, നിന്റെ ഒട്ടുക്ക് മാത്രം സഹായിക്കേക്കണേ, നിന്റെ മാത്രം വിളിച്ച് ദൂരക്കണേ. ചെന്നിട്ട് 4 പൂനെയിൽ പെട്ട കൊറോടിൽ അള്ളാന്റെ ഒട്ടുകു എഗ്രിമെന്റ് ആക്കിയിട്ടുള്ളാറ്. ആ എഗ്രിമെന്റ് ആക്കിയ പോലെ 60 വർഷം കൊണ്ടിട്ടു അങ്ങനൊട്ടുക്ക് ഒരു നാളും ജീവിക്കുക ആയിട്ടില്ല. ആ പ്രോമിസ് ആക്കിയ പോലെ, ആ അഗ്രിമെന്റ് ആക്കിയ പോലെ അതുപോലെ നമുക്ക് നടക്കുക ആവില്ല. എന്റെ പുരോഹിതന്മാർ ഉസ്താദുമാർ പേടിപാട്ടി വെച്ചിരാറ്. ഖുർആന്റെ അർത്ഥമാത്ത് നിങ്ങൾ മനസ്സിലാക്കിയാറ്, ഖുർആന്റെ അർത്ഥമാത്ത് നിങ്ങൾ പഠിച്ചാറ്, നിങ്ങൾ തിരുത്തപ്പെടാറ്, നിങ്ങൾ നൂതനവാദി ആവിടാറ്, നിങ്ങൾ മുക്കാ ഗಂಟೆ ആവിടാറ്. നിങ്ങൾ ഖുർആൻ ചെന്ന പോലെ മാത്ത് ജീവിക്കോ പർത്തായാറ്, നിങ്ങൾ ജമാഅത്തിനെ പർത്തിട്ടാറ്. നിങ്ങൾക്ക് മയ്യത്തെടുക്കോ ജാഗില്ല. ഈ പള്ളിക്ക് നിങ്ങൾ മയ്യത്ത് പറകു തീര. നിങ്ങളെ പെൺമക്കളെ മഞ്ഞിറാവോ കഷ്ടാവും, ബാണാക്കോ കഷ്ടാവും, നിങ്ങളെ ഉമ്മക്ക് സീക്ക് പിടിക്കും, ബാപ്പക്ക് സീക്ക് പിടിക്കും. നിങ്ങളതുണ്ടെല്ലാം ഉത്തരങ്ങ കല്ലെറിഞ്ഞിട്ട് ഓടുപാട്ടുവാറ്. ചെന്നിട്ട് പേടിപാട്ടിയപ്പ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായ ಅದಕ್ಕೆ പേടിച്ചിട്ട് സഹബാക്കന്മാര് അങ്ങനെ ഉത്തര പറത്തിട്ടാറ്. ഉമ്മ പറത്തിട്ടിത്ത്, ബാപ്പ പറത്തിട്ടിത്ത്, കൈ കൊത്തിയാറ്, കാൽ കൊത്തിയാറ്, ജിയ മുട്ടാറ്. അല്ലേ പെഞ്ചെ ഒരു മോത്തുള്ളു, മാപ്പിള ഒരു മോത്തുള്ളു, ബിസിനസ് വിട്ടാറ്, എന്തെല്ലാം ആക്കിയാറ്. അങ്ങനെ ബെദരിക്കൊക്കെ അങ്ങ് പേടിച്ചില്ല, അങ്ങ് ഖുർആന്റെ വിട്ടില്ല, അങ്ങ് അള്ളാന്റെ മാത്രമേ പേടിച്ചാറ്. മുസ്ലിം സമുദായ അള്ളാഹുക്ക് പേടിക്കടെ ബദൽക്ക് ആ പുരോഹിതന്മാർക്ക്, ആ ഉസ്താദന്മാർക്ക് പേടിച്ച കാരണത്താൽ ഉണ്ട് ഹിദായത്തില്ലാണ്ടായി പോയിട്ട്, തൗഹീദ് കബൂലാക്കുകയില്ലാണ്ടായി പോയിട്ട്. എത്ര പേര് ಬೇಚಾರ വിഷയല്ലേ. ഖുർആനുണ്ട്, ഖുർആൻ അങ്ങനെ ഒത്തുന്നുണ്ട്, അങ്ങനെ മദ്രസത്തുന്നുണ്ട്, അങ്ങനെ ഉസ്താദുമാരെ കയ്യിലുണ്ട്, അങ്ങനെ മക്കളെ കയ്യിലുണ്ട്. അത് ചെന്ന പോലെ ജീവിക്കുക അങ്ങനെ കൊണ്ട് പേടിയോട്ട്. ആരെ പേടി? റബ്ബിടെ പേടിയല്ല, റായത്തകളെ പേടി, ലീഡർമാരെ പേടി, ഉമ്മയുടെ പേടി, ബാപ്പയുടെ പേടി. ആയില്ല അവസ്ഥ. എവിടെ പോയിട്ട് എത്തിത്ത്, എവിടെ പോയിട്ട് എത്തുപാട്ടിയ ശൈത്താൻ ആലോചന ಹಾಕೊಂಡು എന്റെ പരിസരത്തെ മുസ്ലിമീങ്ങളെ എങ്ങനത്തെ പരിസ്ഥിതിക്ക് എത്തിരികൊണ്ടുണ്ടാ. എന്റെ മുസ്ലിം സമുദായ ഖുർആൻ കയ്യിൽ പിടിച്ചങ്ങനത്തെ മുസ്ലിം സമുദായത്തെ ഉദാഹരണം അല്ലാഹു തആല നിങ്ങൾ നോക്കുന്നു. എന്റെ പരിസരത്തെ സഹോദരന്മാരെ, ഖുർആൻ പഠിക്കേണ്ടത് കഡ്ഡായ. ഇത് മാത്രം പഠിച്ചില്ല, ഇതിനെ മാത്രം മനസ്സിലാക്കില്ല, ഇത് ചെന്ന പോലെ ജീവിച്ചില്ല, അദാബുണ്ട്. ഇതിക്ക് അദാബുണ്ട്. അതിനെ പെച്ചലുണ്ട്. റായത്തങ്ങൾക്ക് പേടിച്ചിട്ടല്ല, പഠിച്ച റബ്ബിടെ അദാബുക്ക് പേടിക്കൊണ്ടങ്ങ. ഞങ്ങൾ ലൈഫിൽ ഖുർആന്റെ അർത്ഥം പഠിച്ചിട്ടേ പേൻ, വർക്കായെങ്കിലും മനസ്സിലാക്കിയിട്ടേ പേൻ. ഉദാഹരണത്തിന്റെ റബ്ബ് അതിൽ ചരിത്രം നോക്കൂ. ഖുർആന്റെ ഐക്യ ലർന്ന ഖുർആന്റെ ബുക്ക് ആ കിതാബ് പിടിച്ചും പോന്നങ്ങ. ഞങ്ങളെ മക്ക, ഞങ്ങളെ ഉത്തര പെണ്ണിങ്ങ എല്ലാവരും എക്സാം ഉദയിക്കും, എല്ലാവരും ആ എക്സാം ഉദയിക്കും. പഠിച്ചിട്ടേ പേൻ കഡ്ഡായ ഞങ്ങളെ പേരിൽ. ഇല്ലെങ്കിൽ ഇതേ ഖുർആൻ നാല് അള്ളാഹിന്റെ തൊട്ട് ഞങ്ങളുടെ വിഷയത്തിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലേ, ഞങ്ങളെ നരകത്തുക്ക് വലിച്ചെറിയ പോലെ ആക്കൂ. അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ ഞങ്ങളത്. അള്ളാഹു താല ചെല്ലു നോക്കൂ. ഞങ്ങളുടെ അവസ്ഥ എന്തരായിട്ട് പോകുന്നുണ്ടാ. ഖുർആന്റെ മാത്ത് ഞങ്ങൾ പഠിച്ചില്ല, ഖുർആന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കില്ല, ഖുർആൻ ചെന്ന പോലെ മാത്രം ഞങ്ങൾ ജീവിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തരൗടുണ്ട്. അള്ളാഹ് ചെല്ലു നോക്കൂ. മസലുല്ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. അള്ളാഹു താല ചെല്ലു നോക്കൂ. നിങ്ങളെ കാണ്ടി മുന്നത്തെ കോമിടെ നോക്ക്. അള്ളാഹു താല തൗറാത്തിനെ ഇറക്ക. ആ തൗറാത്തിന് ആ ജവാബ്ദാരി വഹിച്ചുണ്ടെങ്ങ ആ തൗറാത്തിനെ പഠിച്ചില്ലങ്ങ, അതിനെ ഓതില്ല, അത് ചെന്ന പോലെങ്ങ നടന്നില്ല. അങ്ങനെ ഉദാഹരണം എങ്ങനത്തെ കൊണ്ടുണ്ടാ. തൗറാത്തിലെ കിതാബുണ്ടല്ലേ, അത് ഒരു കത്തര മുദ്രമേൽ വെച്ച പോലെ തങ്ങളുടെ അവസ്ഥയുണ്ട്. കത്തര മുദ്രമേൽ തൗറാത്ത് വെച്ചെങ്കിൽ എന്താവും? അള്ളാഹു താല ഒരു ഉദാഹരണത്തുണ്ട്. യഹൂദി നസ്രാനികളെ ഉദാഹരണം അള്ളാഹു താല തണ്ടേത്. ഒരു കത്തരമേൽ ഒരു കിതാബിടെ വെച്ചിട്ടെങ്കിൽ ആ കത്തെന്തോ അതിന് ഓതില്ല, ಅದಕ್ಕೆ ಗೊಂತುಲ್ಲ ನಿಂಡೆ ಮುದುರೆ ಮೇಲೆ ಎಂದರೆ ಬೆಚ್ಚರೆ ಉಡಾಂಡ್ ಅದೇ ಪೋಲ್ತೆ ಅವಸ್ಥೆ ಅಂಗಲದೈತು. ಎಂದುಗ ಉದಾಹರಣೆ ನಮಗೂ ತನ್ನೆ ನಿಂಗನ ಅವಸ್ಥೆ ಮಗನ ಹೋಗುತ್ತೀರಾ ಐಟಿಲ್ಲ ಅಂಗಣ ಐಟಿಲ್ಲೇ 60 ವರ್ಷತ್ತುಂಟು ಬಾಲಕಾರ್ 40 ವರ್ಷ ಐತಿ. നല്ല ആരോഗ്യം ഉണ്ട്, മാഷാ അല്ലാഹ്. അല്ലാഹു നല്ല ആരോഗ്യത്തിലാക്കട്ടെ. കണ്ണുണ്ട്, കാതുണ്ട്, ആലോചന കಡೆ അക്കലുണ്ട്. ഇത് എന്ത് തന്നിരെ ഗൊಂತುಂಡ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിക്കനാണ് രണ്ട് കണ്ണ് തന്നര എന്തിരീക്ക് ഖുർആൻ ഓതുക.
കണ്ണു തന്നെ റബ്ബു നാലെ വിടില്ല, നിങ്ങൾ ഒട്ടുകൂ, അല്ല വിടില്ല. നിക്ക് ജണ്ട് കണ്ണു തന്നര ഖുർആൻ ഓതുകൂ. ഇന്ന സമഅ വൽ ബസറ, ജണ്ട് കാത് തന്നര, ജണ്ട് കാത് തന്നര. ഇന്ന സമഅ, ജണ്ട് കാത് തന്നര ഖുർആൻ ചെല്ലിയ പോലെ കേൾക്കൂ. അല്ലാഹു തആല ഫസ്റ്റ് കാതിര് ചെല്ലിയത് നിക്ക് ജണ്ട് നല്ല കാതിര് തന്നര, ക്ലിയർ കേട്ടുണ്ടുണ്ടു. അത് പാട്ട് കേൾക്കും, ഡാൻസ് കേൾക്കുക അല്ല, അത് പാട്ടും ഡാൻസ് കേൾക്കുക തന്നിരല്ല. നിക്ക് ജണ്ട് കാത് തന്നിര ഖുർആൻ എന്തിരി ചെല്ലി അത് നല്ല പോലെ കേൾക്കണം. ജണ്ട് കണ്ണ് തന്നിരത് അത് ചന്ത ഓതുന്നു. അതിൽ പിന്നെ വൽഫുവാദ, അത് ആലോചനാക്കിടങ്ങത്തെ ബുദ്ധിശക്തി നാ നിക്ക് തന്നര. അത് ഓതിട്ടും പേൻ, നീൻ പഠിച്ചിട്ട് പേൻ, മനസ്സിലാക്കിട്ടേ പേൻ. അത് മാതാക്കില്ല. ടാങ്കിന്റെ മുസ്ലിം സമുദായത്തെ അവസ്ഥ എന്തായിട്ട് ഖത്തറമേലിൽ കൊമ്പോയിട്ട് നഊദുബില്ല ഈ പവിത്രമായ ഖുർആന്റെ വെച്ച പോലെ എന്തേ ಅದಕ್ಕೆ ಗೊಂತಿಲ್ಲ ನಂಡೆ ಇದರ ಮೇಲೆ ಎಂದರೆ ಬೆಚ್ಚಿರುಂಟು. ಅದೇ ಅವಸ್ಥೆಯಲ್ಲಿ ಉಂಟು ಮುಸ್ಲಿಂ ಸमुದಾಯದ 60 ವರ್ಷತ್ತುಂಟು ಎತ್ತರ ಕುರ್ಆನ್ ಕಥ ತೀರ್ತಾರಲ್ಲೇ നിങ്ങൾ അങ്ങോട്ട് പെട്ടി കേൾക്കൊറല. ഇയ്യാക നഅബുദു വയ്യാക നസ്തഈൻ, ಇದರ ಅರ್ಥ ಎಂದೆ ನಿಂಗೆಂದು ಇದು ಚೆನ್ನ പോലെ ജീവിക്കില്ലാണ്ട് അങ്ങ് ಗೊಂತಿಲ್ಲ ഖുർആൻ എന്തിരി ചെന്നുಂಟುಂಟು. എല്ലാರ ಹೊತ್ತಲ್ಲಿ ഖുർആൻ ಉಂಟು. ഖുർആൻ ಇಲ್ಲದ ಅಗಲ್ಲ ಮುಸ್ಲಿಂ ಮಾಶಾ ಅಲ್ಲಾಹ್ ಎಲ್ಲ ಮುಸ್ಲಿಮರ ಹೊತ್ತಲ್ಲಿ ഖുർആൻ ಉಂಟು. മാത്രമാ അത് എന്തിരി ചെല്ലി ചെന്നിട്ട് അങ്ങ് ಗೊಂತೇ ಇಲ್ಲ. അതോടെ വെച്ചു ಬಿಟ್ರಾರ್ ಮೇಲ್ ಅದು ಎಂದರೆ ಚೆಲ್ಲು, ಅದಕ್ಕೆ ಎಂದರೆ ನಾನು ಹಾಕೋನು ಈ ವಿಷಯ അങ്ങ് ಗೊಂತೇ ಇಲ್ಲ. ಅದಕ್ಕೆ ಉದಾಹರಣೆ ತಂದರೆ ಕತ್ತರೆ ಮೇಲ್ ഒരു കിതാബിടെ വെച്ചെങ്കിൽ അങ്ങനെ ആവുdu അതേപോലത്തെ അവസ്ഥയായിട്ടുണ്ട് മുസ്ലിം സമുദായത്തെ. ഇങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഞങ്ങൾ എത്തോ തീരെ. എൻ്റെ പരിശുദ്ധ സഹോദര സഹോദരിമാരെ, ഖുർആൻ നിങ്ങളോട്ട് പലക്കരകും, നിങ്ങളെ ഹൃദയത്തും ഖുർആനുക്കും നല്ല സംബന്ധമുണ്ട്. അല്ലാഹു തആല ചൊല്ലി അത് നിങ്ങൾ ഓപ്പൺ ആക്കും, ഓപ്പൺ ബീക്കും. പഠിച്ചതായ റബ്ബ് ചൊല്ലി നോക്കൂ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നീ എന്തിനേക്ക് നിന്റെ കൽബുടേത്, നിന്റെ ഹൃദയത്തേത്, നിന്റെ മനസ്സുക്ക് ബീകെട്ടി വെച്ചിരത് അത് ഓപ്പൺ ആക്കുന്നതിന് ആ ഖുർആൻ നിന്നോട്ട് പലക്കരക്ക് ഇഷ്ടപ്പെട്ട് അത് നിന്നോട്ട് പലക്കര കാത്തച്ചത് നീನು നിന്റെ കൽബുടേത് എന്ത് ബന്ധാക്കി വെച്ചിര ഓപ്പൺ ആക്ക്. നീನು എന്തൊക്കെ ബീകെട്ടിര നീನು ಅದಕ್ಕೆ ಆಲೋಚನೆ ಹಾಕೊಂಡು ನನ್ನ ಪರಿಸತ್ತ ಮುಸ್ಲಿಮಿಂಗಲೆ എത്ര പവർഫുൾ കിതാബ് ഗൊന്തുണ്ട. എങ്ങനത്തെ അത് ചേഞ്ച് ആക്കട അങ്ങനത്തെ താക്കത്തുണ്ട് ಅದಕ್ಕೆ. നിങ്ങൾ നോക്കില്ലേ ഇസ്ലാമിന്റെ ശത്രുവായിട്ട് ഇന്ന് ചില ആൾമാരത് ആര് ചേഞ്ച് ആക്കി? ഖുർആന്റെ ഓരോരോ ആയത്ത് സുസൈഡ് ആക്കുന്നു. നാനിങ് എന്ത് കേട്ട് ജീവിക്കട, ആറ് കേട്ട് ജീവിക്കട ചെന്നിട്ട് ജീവത്തോ കാത്തെച്ചെങ്ങനത് പോയിട്ട് നിപ്പാട്ടിയത് ആറ്? ഖുർആന്റെ ഓരോരോ ആയത്ത്. എത്ര ആൾമാർ ചൊല്ലി കേൾക്കില്ല. ನಾನು ഒരു ടൈമിൽ വലിയ റൗഡി ആയിട്ടിരുന്ന, ഞാൻ കള്ളു കുടിച്ചോണ്ടിരുന്ന, എന്തെല്ലാം ആക്കിണ്ടിരുന്ന. അങ്ങനെ ആറ് സമാക്കി, ആരങ്ങനെ നല്ലാക്കിയത്? ഖുർആന്റെ ഓരോരോ ആയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോരോ ഹദീസ്. അത്ര പവർഫുൾ കിതാബായിട്ട് ഞങ്ങളൊട്ടിക്ക് കിടത്. അത് ഓതും ഞങ്ങളെ കുടുംബത്തിൽ, ഞങ്ങളെ മക്കന്ന അങ്ങനെ ബുദ്ധി സമല്ലേ, അങ്ങ് കാഞ്ച വലിക്കടാറാ, അങ്ങ് ഡ്രഗ്സിൽ ഉള്ളാറാ, അങ്ങ് പെണ്ടെ പേരോന്നുള്ളാറാ, ആന്റെ പേരോന്നുള്ളാറാ, ബുദ്ധി സമല്ലേ ഇന്ന ബാപ്പ ചെന്ന പോലെ കേക്കില്ലേ, അങ്ങനോട് ചെന്നു നീ ഖുർആൻ ഓതും. അതിനർത്ഥ പഠിക്കൊണ്ടീൻ, അതുപോലെ അത് ചെന്ന പോലെ ജീവിക്കൊണ്ടീൻ. ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ ഒരു ടൈമിലുണ്ടല്ലേ വലിയ റൗഡി ആയിട്ടിന്തയിൽ, വലിയ റൗഡി, അടി ഗലാട്ട കൊല സിന എന്തെല്ലാം ആക്കിണ്ടിന്ത്. ഒരു നാൾ ഫാദർ ജാവുണ്ടല്ലേ അതില് ഒരു ഔത്തുകൊരു ಬೆಡಕತ್ತರಾಕೋನು ಚೆಲ್ಲಿ ಅವರು ನೀಯತ್ತಲ ಎಂದಾಕಡೆ ಗೊಂತುಂಡ ಪಾಗಾರ ಪತ್ತಿರೈಲ್ ಅಪರ್ತಗ ಲೈಕೋ ಪಾಗಾರ ಪತ್ತಿಟ್ಟು ಅಪರ್ತಗ ಲೈಕೋ ಪೋಂಬತ್ತುಗೊಂಡಲ್ಲೇ ಮುಟ್ಟತ್ತೆ ಔತುಲು ತಹಜ್ಜೂದ್ ನಿಸ್ಕರಿಕೊಂಬತ್ತು ഖുർആൻ ഓതിയിട്ടുള്ളാർ. അതിലൊരു ആയത്തയിലെ കാതുക്ക് പോൾ അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. എന്തേ ഇത്ര വർഷത്തിലുണ്ട് ഈ ഖുർആൻ കേട്ടിട്ട്, ഈ ഖുർആൻ ഓതിട്ടും എന്റെ പേടി പണ്ടില്ല. അള്ളാന്റെ പേടിക്കോ, അള്ളാഹുക്ക് പേടിക്കോ. ഇന്നും ടൈം കിടത്തില്ലേ, ടൈം വന്നിട്ടില്ലേ? ചെല്ല ഒരു ആയത്തയിലെ കാതുക്ക് പോൾട്ടു. അത് കേട്ടതോട് കൂടെ നാം യാ റബ്ബ്, അതോട് കൂടെ പേടിച്ചിട്ടുണ്ടല്ലേ. ആ പാകരത്തെ കീഴിലയച്ചിട്ടുണ്ടല്ലേ. അണ്ടിൽ പിന്നെ ചേഞ്ച് അയലാക്കിണ്ടിന്നങ്ങത്തെ എല്ലാ ಬೆಡಕತ್ತರ ಬಿಟ್ಟಿಟ್ಟು ഖുർആന്റെതും ഹദീസിൽ ഇൽമു പഠിക്കോ പോയിട്ട് വലിയ പണ്ഡിത അവിടെ നോക്കൂ.
ചേഞ്ച് ആക്കിയാർ ഖുർആന്റെ ഒരു ആയത്ത്, ഖുർആന്റെ ഒരു ആയത്ത്. അത്ര പവർഫുൾ കിതാബ്. എൻ്റെ പിരിസത്തെ സഹോദര സഹോദരിമാരെ, ഞങ്ങൾ ഡെയിലി ഉണ്ടല്ലേ ഖുർആൻ ഓതാണ്ട് പറഞ്ഞിരോ തീര. ഖുർആന്റെ അർത്ഥ പഠിച്ചോണ്ടിരിക്കൊന്നങ്ങ ഞങ്ങളെ മനസ്സിಗೆ ശാന്തിയും സമാധാന നിമ്മതിയും സന്തോഷം എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഒരേ ഒരു തെരുവിക്കിടെ ഖുർആൻ ഓതിണ്ടിക്കൊന്നങ്ങ ഖുർആന്റെ അർത്ഥ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് മാത്രം ഞങ്ങളത് നേരായ തെരുളു കുറ്റം പോക അള്ളാഹു താല തന്നങ്ങനത്തെ ഒരു ഹിദായത്തിലെ പവിത്രമായ ഗ്രന്ഥായിട്ടിക്കടെ. ഇതിരെ കൈബുട്ടണ്ട, ഇതിരെ മാത്രം ഞങ്ങൾ കൈബുട്ടമാ, ഇതിരെ തൊട്ട് ഞങ്ങൾ ദൂരത്തായമാ ഞങ്ങൾ ബർബാദോട. ഞങ്ങളെ തെരുത്തപ്പാട്ടാർ, ഞങ്ങളെ പുരോഹിതന്മാർ എവിടോടെ വലിച്ചം പോണ്ടാർ. നിങ്ങൾ ഗൊಂತല്ലേ എന്തെല്ലാക്കോಗ ഇപ്പൊ നിങ്ങൾ നോക്കില്ലേ നോക്കടാർ. നിങ്ങ ഖുർആന്റെ തൊട്ട് ദൂരാക്കോಗೈಟುಂಡല്ലേ ബുർദ മജ്ലിസ് ഭയങ്കര ഫേമസ് ഇപ്പ. എഞ്ഞ നോക്കിയെങ്കും ബുർദ ഇതിരದೇ പ്രോഗ്രാം, എഞ്ഞ നോക്കിയെങ്കും സലാത്ത് മജ്ലിസ് ഇതിരದೇ പ്രോഗ്രാം. ഒരു മൂത്തിലായെങ്കിൽ നിങ്ങൾ ഖുർആന്റെ ഒരു 4 ആയത്ത് ഓതിട്ട് ആ പാവപ്പെട്ട മുസ്ലിമുക്ക് അതിലെ അർത്ഥ ചെന്ന് കൊടുക്കണേ ഒരേ ഒരു ഉസ്താദ്മാർ കാണു കിട്ടാർ മാത്ത് കാലി ഇതിരದೇ അഡ്വർടൈസ്മെന്റ്. ബുർദ, ഹൽക്ക, സലാത്ത്, ആ ദർഗ, ഈ ദർഗ, ഈ ഷേഖ്, ഈ ബാബ, ಇದೇ ವಿಷಯ. ഖുർആൻ എന്തിരെ ചെല്ല്, ഞങ്ങെന്തരേക്ക് ಬಂದರೆ, ഈ കണ്ണെന്തൊക്കെ തന്നരെ, ഈ കാതെന്തൊക്കെ തന്നരെ, ഈ അക്കലെന്തരേക്ക് ഇക്കിടെ. ഇനി ഞങ്ങളൊരു യാത്ര എവിടേക്ക്, അവിടെ ഹിസാബുണ്ട്. ഖബറിൽ കേക്കിടങ്ങത്തെ 3 ക്വസ്റ്റ്യന്, ಅದಕ್ಕೆಲ್ಲ ಆನ್ಸರ್ ഖുർആൻ ലിക്കിടെ. അത് വിഷയമേ ഇല്ല, അത് വിഷയമേ ഇല്ല. എന്താവും നിങ്ങളെ അവസ്ഥ, എന്താവും നിങ്ങളെ പരലോക, എന്താവും നിങ്ങളെ ഖബറിന്റെ അദാബ്. നരകത്തെ തീ ഞങ്ങളെ ಬಿಡುವ, ഖബറിന്റെ പാമ്പ് ഞങ്ങളെ ಬಿಡುವ, ഖബറിന്റെ അദാബ് ഞങ്ങളെ ಬಿಡುವ. ആലോചന ಹಾಕೋರು ആരെ ദൂരിട്ടും പ്രയോജനമില്ല. അള്ളാഹു ഞങ്ങൾക്ക് അക്കൽ തന്നിര, കണ്ണ് തന്നിര, കാത് തന്നിര. പിടിച്ചോർ ഖുർആൻ കുമ്പോർ സഹോദര സഹോദരിമാരെ പഠിക്കോർ അതിന്റെ അർത്ഥ ഗൊಂತಾವಡಪ್ಪ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കരോടത്തോളം പഠിച്ചതായ റബ്ബ് ഖുർആന്റേത് നല്ല പോലെ ഓതിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അത് ചെന്ന പോലെ ജീവിക്കുക നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവതാക്കി. അല്ലാഹ് അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം നോക്കർ നെനപ്പിച്ചലോർ. മൻ യുരിദില്ലാഹു ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്തരെ നല്ലാക്കും, ഒരുത്തരെ ഖൈറിലാക്കുന്നുണ്ട് തീരുമാനം ആക്കിയെന്നുണ്ടല്ലേ അവൻ എന്തിനാക്കട ഗൊಂತುಂಡ അങ്ങക്ക് ഖുർആനും ഹദീസിലെ ഇൽമുടെ പഠിക്കുക അല്ലാഹു തആല ആവതാക്കട. ആ ഇൽമുടെ അല്ലാഹു തആല അങ്ങ് കൊടുക്കട. സുബ്ഹാനല്ലാഹ് നെനപ്പിച്ചല്ലോ. ഒരുത്തരെ നല്ലാക്കുന്നുണ്ട് തീരുമാനം ആക്കിയെങ്കിൽ ഞങ്ങെന്തൊരു വിചാരിക്കടെ ഗൊಂತುಂಡ അവനക്ക് വലിയ ബിൽഡിങ്ങും ഒരത്തര പക്കവും ഒരത്തര പൈസയും ഗാർഡും വലിയ ബിസിനസ്സും കിട്ടിയ സാത്ത് അവന്റെ അള്ളാഹു നല്ലാക്കിര വെക്കു, നല്ലാക്കിര വെക്കു. മാത്രം അതല്ല നല്ല അതിനെക്കാട്ടി നല്ലാക്കട ഏത് ഗൊಂತುಂಡ ദീന്റെ ഇൽമുടെ പഠിച്ചെങ്കിൽ അതിൽ മാത്രം നല്ല എനിക്ക് വിചാരിച്ചിട്ടുണ്ട്. ഒരു വലിയ ബിസിനസ്മാൻ, അതിൽ കോടിക്കട്ടിൽ ബിസിനസ് ഉണ്ട്, അയാൾക്ക് പക്കുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ മരിക്കിടക്കാണ്ട് മുന്നിൽ ഒരു തീരാണ്ട് വലിയ മാരകമായ രോഗം വന്നിട്ട് ആ സീക്കിൽ ഉറങ്ങിയപ്പോൾ അതിൽ ചെന്ത് ഒരാളെ വിളിച്ചിട്ട് നണ്ടോട്ട് അല്ലാഹു തആല തന്നെ മസ്ത് ಮೊದಲುಂಡು ಆಯಿಂಗ ഖുർആനക്ക് ചന്തത്തിൽ ഓതുകൊന്നില്ല. അതിന്റെ അർത്ഥം എല്ലാ ഖുർആൻ കംപ്ലീറ്റ് അതിന്റെ അർത്ഥം നാ പഠിച്ചിട്ടില്ല. മരിക്കുന്ന ടൈമിൽ കേദിച്ചിട്ട് ചെല്ലിയത് അല്ലാഹു അയിലെ മഗ്ഫിറത്തിലാക്കട്ടെ. ഇത്തരമുള്ള ಮೊದಲುന്നിട്ടും ഒരു ഖുർആൻ നല്ല പോലെ ഓതുകുന്ന കായില്ലല്ലേ, അതിന്റെ അർത്ഥം നാ കംപ്ലീറ്റ് മനസ്സിലാക്കില്ലല്ലേ. നിന്റെ ഈ ಮೊದಲುന്നിട്ട് നക്ക് എന്തൊരു പ്രയോജനം? ഇതെല്ലാം വിട്ടുപോണ്ടതല്ലേ. ചെന്നിട്ട് കേദിച്ചിട്ട് തോബാക്കിയിട്ട് മരിച്ചിരത്. അപ്പ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നല്ലാക്കൊന്നിട്ട് തീരുമാനം ആക്കിയെങ്കിൽ പൈസ കാശ് തന്നിട്ടല്ല നല്ലാക്കടേത്. ഞങ്ങളെ നല്ലാക്കടേത് എങ്ങനെ ഗൊಂತುಂಡ ഞങ്ങൾക്ക് നല്ല ഒരു ഈമാൻ, 5 വക്തര നിസ്കാര, ഞങ്ങൾ ഇതിരത് ഓപ്പോസിറ്റ് തിങ്ക് ആക്കണിപ്പ. അള്ളാഹു ഞങ്ങളെ നല്ലാക്കടെ ചെന്ന് അർത്ഥം ഗൊಂತುಂಡ നല്ല ഒരു തൗഹീദ് അംഗീകരിച്ചിട്ട് നല്ല ഒരു തൗഹീദിന്റെ ജീവന. അങ്ങനത്തെ കഷ്ട മുസീബത്ത് ಬಂದೆಂಗ അള്ളാഹു മാത്രമേ ചെല്ലങ്ങനത്തെ തൗഹീദ് ടൈം ആകുമ്പോൾ പള്ളി വന്നിട്ട് നിസ്കരിക്കണങ്ങനത്തെ ഒരു ഇബാദത്ത് ഡെയിലി ഖുർആൻ ഓതുകും.
സുന്നത്ത് നോമ്പ് പിടിക്കുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും തൗബാക്കുകയും അതേപോലെ ബാക്കി എന്തെല്ലാം സുന്നത്താക്കപ്പെട്ട അമലുണ്ടു അതെടുക്കുകയും അള്ളാഹു താല സഹായാക്കിടല്ലേ അത് ഹൈറായിട്ടിക്കട് ആ ഹൈറിന്റെ മുഖാന്തരം അള്ളാഹു താല അങ്ങക്ക് മാഫാക്കുകയും അങ്ങനെ പിരിസാക്കുകയും അവന്റെ അതാപിടെ തൊട്ടങ്ങനെ സലാമത്താക്കുകയും അള്ളാഹു തീരുമാനാക്കിയെങ്കില് ഖുർആന്റെ ഇൽമുടെ പഠിക്കുക അള്ളാഹു അതാക്കണം. ഇപ്പൊ ഓപ്പോസിറ്റ് തിങ്കാക്കണം. നിന്റെ പലക്ക് കേക്കിടങ്ങ ആറായങ്ങളും ഖുർആൻ ഓതോ പഠിച്ചിട്ടില്ലേ, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ലേ, ഖുർആന്റെ ഇൽമില്ലേ, ഇന്നും തിരുത്തപ്പിറ്റേ ഉള്ളമാ, ഇന്നും അല്ലാണ്ട് പേടില്ലാണ്ടേ ഉള്ളമാ, ഇന്നും ശിർക്കും ബിദാത്ത് ഹറാമിലെ ഉള്ളമാ ബിയരിക്കൊരു അള്ളാഹു ഞങ്ങളെ നല്ലാക്കുക തീരുമാനാക്കിത്തില്ല. ಭಾರಿ ದುಃಖത്തെ ವಿಷಯ. ಅವನವನು ಅಂದಾಜಾಕೋನು എന്ത് പഠിച്ചതായ റബ്ബ് നണ്ട് ഇങ്ങനെ ആക്കിയത്, നാനെന്തിങ്ങനെ ആയിട്ട് നക്കെന്ത് ഖുർആന്റെ ഇൽമു പഠിക്കുക ആവില്ല, എന്ത് പഠിച്ചില്ല, നാൻ എന്ത് ഖുർആൻ ഓതോ കുന്തില്ല ചെന്നിട്ട് കേദിക്കൊന്നു ഇതിനർത്ഥ ഓപ്പോസിറ്റ് തിങ്കാക്കിയെങ്കിൽ ഇതിനർത്ഥം എന്തരേ നന്റെ പഠിച്ചതായ റബ്ബ് നല്ലാക്കോ തീരുമാനാക്കിയിട്ടില്ല. ഇങ്ങനെ മേ മാത്ത് മറിച്ചെങ്കിൽ അവന്റെ കബുർ അതാബ്, അവന്റെ നരകത്ത് അതാബ് നന്റെ പുട്രാല, അവന്റെ മഗ്ഫിറത്ത് നക്ക് കിട്ടല ചെല്ലങ്ങത്തെ ഒരു പേടി വെച്ചിട്ട് ഇണ്ട് അള്ളാന്റെ ഖുർആന്റെ ഓതോ പഠിക്കോർ, അതിനർത്ഥ പഠിക്കോർ, അത് ചെന്ന പോലെ ജീവിക്കും. ഞങ്ങൾ റെഡിയാവണം. ഞങ്ങളെ മക്കും നല്ല ഇൽമുടെ പഠിപ്പാട്ടം. ഞങ്ങളെ മക്കൊണ്ടല്ലേ കോളേജിലെ ഡിഗ്രി പഠിക്കട്ട് വേണ്ട ചെല്ലു ഇസ്ലാം ദീൻ ಅದಕ್ಕೆ പ്രോത്സാഹ ಹಾಕಡು. കോളേജും സ്കൂളിലും നല്ല ഫസ്റ്റ് ಬರಟ್ಟು, ರ್ಯಾಂಕ್ ಬರಟ್ಟು, ಇಂಜಿನಿಯರ್ ಆವಟ್ಟು, ಡಾಕ್ಟರ್ ಆವಟ್ಟು, ಬಿಸಿನೆಸ್ ಮ್ಯಾನ್ ಆವಟ್ಟು, ಎಲ್ಲ ಆವಟ್ಟು വേണ്ട ചെല്ലില്ല മാത്രമ അതിലോട്ട് ഞങ്ങളെ മക്കൾക്ക് ദീന് പഠിപ്പാട്ടം, ദീന്റെ ഇൽമുടെ ഞങ്ങൾക്ക് പഠിപ്പാട്ടം. ദീന്റെ ഇൽമുടെ മാത്ത് പഠിപ്പാട്ടില്ല എങ്കിൽ ಖಂಡಿತಾയിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ വെച്ചിട്ട് മിമ്പറിൽ നിന്നിട്ട് ನಾನು ചെല്ലി ഞങ്ങളെ മക്കൾക്ക് മാത്രം ഞങ്ങൾ ദീന്റെ ഇൽമു പഠിപ്പാട്ടില്ല, അന്യ കോമുടെ കൾച്ചർ ഞങ്ങളെ മക്കളൊട്ടുക്ക് ಬಂದು ಸೇರಿಪೋಂಡು. ദുനിയാവുടെ എല്ലാ നമ്മുടെ ಬೆಡಕತ್ತರ ഞങ്ങളെ മക്കളെ വന്നിട്ട് അരണ്ടി പിടിക്കിട്. ಜಾಗೃತ ಹಾಕೋರು ನನ್ನ പിടിച്ചത്തെ സഹോദര സഹോദരിമാരെ, ഞങ്ങളെ മക്കൾക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ട്. ആ മക്കൾ ഞങ്ങളെ കൈത്തപ്പി പോവും, ബർബാദായിട്ട് പോവും. ആ മക്ക തിന്നതും കുടിക്കിടതും നടക്കിടതും മകളെ ഡ്രസ്സും മകളെ ഹെയർ സ്റ്റൈലും മകളെ മുഖത്തിന്റെ ഷേപ്പും എല്ലാം അന്യ കോമിടങ്ങളെ പോലെ ആയിട്ട് പറു. അങ്ങ് പിന്നെ ദീൻ ഇഷ്ടപ്പെടല, അങ്ങ് ദുനിയാവുടെ സ്റ്റൈലിന്റെ പേരിൽ പോവാറ്. ഉമ്മ ബാപ്പ ചെന്നെ പോലെ കേക്കല നാളെ മക്കങ്ങ, ഉമ്മ ബാപ്പ ചെന്നെ പോലെ കേക്കല. ഒരു പെണ്ണ് കയറ്റ് ഒരു ആണ് കയറ്റ് ദീന് പുടക്ക് സമത്തെ റെഡിയാവാർ. നഊദുബില്ല, ജാഗ്രത ആക്കും. നാളെ ബാപ്പടൊട്ട് വന്ന് ചെല്ലു, ബാപ്പാ ನಾನು ಆ ಚೆರ್ಕಡೆ ನೋಕಿರ ನಕ್ಕದೇ ಚೆರ್ಕಡೆ ಮಂಗಿಲಾವು ನಿಂಗ ಒಪ್ಪರು ಒಪ್ಪಂದೇಕೋರು ನಡೆದಂಟುಂಡಲ್ಲಿಪ್ಪ. ನಿಂಗ ಒಪ್ಪರು ಒಪ್ಪಂದೇಕೋರು ನಕ್ಕದೇ ಚೆರ್ಕಬೇನು. ನಿಂಗ ಮಾತು ಒಪ್ಪಿಲ್ಲೇ ನಾನು ಕೋರ್ಟು പോയിട്ട് ಮಂಗಿಲಾವಡೆ നക്കതേ പെണ്ണുവേൻ നക്കതേ ചെറുക്കവേൻ ചെല്ലങ്ങത്തെ ഒരു പരിസ്ഥിതി ഞങ്ങൾ ഒത്തുകു വന്ന് എത്തിപ്പോവും. അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് എത്തിരെ കാട്ടി മുന്നോൾ ഞങ്ങളെ മക്കൊണ്ടല്ലേ ദീന്റെ ഇൽമുടെ പഠിപ്പാട്ടിട്ടേവേൻ, ദീന്റെ ഇൽമുടെ പഠിപ്പാട്ടിട്ടേവേൻ. ഞങ്ങളെ മക്ക ഞങ്ങൾ ചെന്ന പോലെ കേക്കല, ഞങ്ങളെ മുട്ടാക്കല, ഞങ്ങളൊട്ടുകു ദയിക്കല. നാളെ ഒന്നാ മക്ക വിട്ടു പോവാറ് ഇല്ല ഞങ്ങളെ പറത്തിടുവാർ. ഒരു വാറ് മുന്നോർ നന്റെ റായത്തിൽ ബാപ്പ മാത്രം ഇൽമുടെ പഠിച്ചത്, ബാപ്പ മാത്രം തൗഹീദ് മനസ്സിലാക്കിയത്. പെഞ്ഞ മക്കളത് എന്തോ ഒരു ഫിക്രേ ഇല്ല. ഇൽമു പഠിക്കുക, ക്ലാസ് പോക, തൗഹീദ് അംഗീകരിക്കുക, അള്ളാഹു ചെന്ന പോലെ ജീവിക്കുക, ഏതുക്കും ഉപദേശാക്കില്ല. ಬಿಟ್ಟು ഒരു മോൾ മാത്രം ഇക്കടേത് ബാപ്പക്ക് തീരാൻ ടൈപ്പ്. ഉമ്മമ്മോൾ ഒറ്റയിട്ട് ഇനിയല്ലത് ആറ് നോക്കൂടെ ബയസരയല്ലത് ആറ് നോക്കൂടെ ചെന്നിട്ട് കൊമ്പോയിട്ട് ആശ്രമത്ത് കിട്ടാർ. ദുനിയാവിൽ നടക്കടെ വിഷയം നിങ്ങൾക്ക് നാച്ചെന്നെ, ദുനിയാവിൽ നടന്ന വിഷയം നിങ്ങൾക്ക് നാച്ചെന്നെ. അള്ളാഹു ഇങ്ങനത്തെ അവസര തൊട്ട് ഞങ്ങളത് ഞങ്ങളെ പെഞ്ഞി മക്കളെ കാത്തു സലാമത്താക്കട്ടെ. ಇದಕ್ಕೆಲ್ಲ ಕಾರಣ ಎಂದೇ ಪೈಸಾ ಕಾಸಿಲ್ಲ ಅಂತ, ಆರೋಗ್ಯ ಇಲ್ಲ ಅಂತ, ಅಲ್ಲ ಬಾಪಡೆ ಖಿದ್ಮತ್ ಕಡೆ ತಾಕತ್ತಿಲ್ಲ ಅಂತ ಪೆಂಜೆಗೆ ಅಲ್ಲ. ಬಾಪ ಇಲ್ಮು ಬಡಿಪಾಟಿಲ್ಲ, ಬಾಪ ಮೌನಿಗೆ ಇಲ್ಮು ಬಡಿಪಾಟಿಲ್ಲ, ಪೆಂಜೆಗೆ ಇಲ್ಮು ಬಡಿಪಾಟಿಲ್ಲ, ಪೆಂಜೆಯಿಡೊಟ್ಟು ಗಲಾಟೆ ಹಾಕಿಲ್ಲ. ನೀನು ಶಿರ್ಕ್ ಹಾಕೋತೀರಾ, ಬಿದಾತ್ ಹಾಕೋತೀರಾ, ನೀನು ಆನಿಗೆಲ್ಲಾದ್ರೂ ಪೋತೀರಾ, ನೀನು ತಾಮಾಮ ನಿಸ್ಕರಿಕನು. ಈ ಉಪದೇಶ ಪೆಂಜೆಗೂ ಹಾಕಿಲ್ಲ, ಮೌನಿಗೂ ಹಾಕಿಲ್ಲ. ಬಿಟ್ಟು ಬಾಪ ಪರಿಣಾಮ ರಿಸಲ್ಟ್ ಎവിടെ ಬಂದಿತ್ತಿತ್ತು. ಬಾಪಗೆ ಅವತ್ತಲು ಜಾಗಿಲ್ಲ, ಆಶ್ರಮತ್ತಲುಂಟು. ಅಲ್ಲಾಹು ಅಯ್ಯಲೆ ಕಾತು ಸಲಾಮತ್ತಾಕಟ್. ಈ ಪರಿಸ್ಥಿತಿ ನಂಡೆದು ನಿಂಗಲ ಅವತ್ತಲು ಬಂದು ಪೋಯಿರು ಬರೋ ತೀರ ರಬ್ಬು ಕಾಕಟ್. ಇಂಗಂತ ಅವಸ್ಥೆ ತೊಟ್ಟು ಅಲ್ಲ ನಂಗಲೆ ಕಾಕೋನುಂಟಾಯಂಗಿಲು ನಂಗೆ ಜಾಗೃತಿ ಹಾಕೋನು. ಅಲ್ಲಾಹು ತಾಲ ಚಂದ್ರ ಒಮನ್ ಆರಲ್ಲ ಅಂದಿಕ್ರಿ ಫಇನ್ನ ಲಹು ಮঈಶತನ್ ದನ್ಕಾ.
നിന്റെ ഖുർആന്റെ തൊട്ടു മാത്രം നിങ്ങൾ ദൂരെ പോയാറ്, നിന്റെ ഖുർആന്റെ മാത്രം നിങ്ങൾ പഠിച്ചില്ല, ನಾನು നിങ്ങൾക്ക് തന്നത്തെ ഖുർആന്റെ അർത്ഥം മാത്രം നിങ്ങൾ മനസ്സിലാക്കിത്തില്ല, നിങ്ങൾ വിചാരിച്ചേ നിങ്ങളെ ನಾನು ನೆಮ್ಮದಿൽ ജീവിക്കോ ബുദ്ധാൻട്ട, നിങ്ങളൊട്ട് പൈസ കെട്ട്, കാസ് കെട്ട്, 10 മക്കക്കെട്ട്, എത്ര താക്കത്തിക്കെട്ട്, അധികാരക്കെട്ട്, നിങ്ങളെ ഈ ദുനിയാവിടെ ജീവനുണ്ടല്ലേ പരിശാനാക്കിട്ട് വിട്ട, പരിശാൻ നെമ്മതില്ലാത്ത പോലെ ആക്കി വിട്ട. മക്കളെ ചെന്നിട്ട് നെമ്മതില്ല, പെഞ്ഞേടി ചെന്നിട്ട് നെമ്മതില്ല, കുടുംബത്തെ ചെന്നിട്ട് നെമ്മതില്ല, ആരോഗ്യത്തെ ചെന്നിട്ട് നെമ്മതില്ല, പൈസ കാസിൽ ചെന്നിട്ട് നെമ്മതില്ല, ചങ്ങൈമാര് ചെന്നിട്ട് നെമ്മതില്ല, പരിശാനാക്കിട്ട് വിട്ട്. നെമ്മതിൽ ജീവന വേണ ഖുർആൻ ചെന്ന പോലെ ജീവിക്കും, പഠിക്കും. അള്ളാന്റെ തീരുമാനം ഇത്, പടച്ച റബ്ബുടെ ഹുക്കും ഇത്. അള്ളാഹുക്ക് ഭയപ്പെട്ടിട്ട് ജീവിക്കും. കഡ്ഡായ ഞങ്ങളെ മേൽ ഖുർആൻ പഠിക്കരുത്, ഖുർആൻ ഓതരുത്. പണ്ട് തിങ്ങൾക്ക് ലർന്ന ഖുർആന്റെ എക്സാം ഉണ്ട്. പിരിസത്തിൽ ചെല്ലെ സഹോദര സഹോദരിമാരെ അതിന് ബുക്സ് പിടിച്ചോ പോറും, പെഞ്ഞയ്ക്ക് കൊടുക്കോറു. നല്ല മനുഷ്യന്മാർ ഞങ്ങളെ പെഞ്ഞയ്മാർ, അങ്ങനത് അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. അങ്ങനെ ഞങ്ങളെ ഹിദ്മത്തെടുക്കണ, ഞങ്ങളെ മക്ക ഞങ്ങൾ ചെന്ന പോലെ കേൾക്കണ. ഖുർആൻ ഓതട്ട്, ഖുർആന്റെ അർത്ഥ പഠിക്കട്ട്, ഖുർആൻ ചെന്ന പോലെ ജീവിക്കട്ട്. അങ്ങനോട് ചൊല്ലോರು, നല്ല ഉപദേശാക്കോರು. ചന്തത്തിൽ അങ്ങനെതാ എക്സാം ദീപ്പാട്ടോರು, മക്കളിതും ദീപ്പാട്ടോರು. എത്ര ബിസി എന്നെങ്കിൽ വലിയല്ല, മക്ക എത്ര ഡിഗ്രി ആക്കിണ്ടെങ്കിൽ വലിയല്ല. ബാപ്പയുടെ ജവാബ്ദാരിയായിട്ടിക്കട്. ബാപ്പക്ക് പിന്നെ ദുനിയാവിലെ നെമ്മതില്ലാത്ത പോലെ ആയി പോകും. ഉദാഹരണ സമയത്ത് നാ ചെന്ന നിങ്ങൾ അതിലേറ്റ് ലർന്ന ഖുർആന്റെ എക്സാം ഞങ്ങൾ തീക്കും. പണ്ട് തിങ്ങൾക്ക് എക്സാം എന്തു ತೊಂದರೆಯಲ್ಲ, കാല് ಟಿಕ್ಕಾಕ್ಯಂ പോക്കും, എൽതൊക്കെന്തു ഇല്ല, സുലാഭുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും മരിക്കരത്തോളം പഠിച്ചതായ റബ്ബ് ദുനിയാവിലും ആഖിറത്തിലും നെമ്മതിൽ, ഇസ്സത്തിൽ, ശാന്തിയും സമാധാനത്തിൽ ജീവിക്കുക നീ നമുക്ക് ആവതാക്ക പഠിച്ചോനെ. സഹോദര സഹോദരന്മാരെ, ഇണ്ട് ഞങ്ങൾക്ക് നെമ്മതില്ലാണ്ടായിടല്ലേ, മുസ്ലിമുക്ക് നെമ്മതില്ലാണ്ടായി ആയിട്, ഇസ്സത്തില്ലാണ്ടായി പോയിട്. ഞങ്ങളെ കേക്കിടകത്തില്ല, ക്യാറാക്കില്ല. ഞങ്ങൾ ബിയർച്ച ഒരു വിജയം നമുക്ക് കിട്ടിത്താ, ഞങ്ങൾ ബിയർച്ച ഒരേ ഒരു വിജയം നമുക്ക് കിട്ടിയിട്ടുണ്ടാ? കിട്ടില്ലല്ലേ. എന്ത് കിട്ടില്ല? ഔടോട് ചർച്ചാക്കിടല്ല, ഖുർആാനോട്ട് പോയിട്ട് കേക്കോർ. ഇത് ലാസ്റ്റിടെ ഒരു ഉപദേശ ഖുർആന്റെ വിഷയത്തിൽ. ആ ഖുർആന്റെ പിടിപ്പാട്ടിട്ട് അതിലോട്ട് കേക്കോർ. ആ ഖുർആന്റെ ഒട്ടു ഞങ്ങളിലെന്ത് ഒగ్గട്ടില്ല, മുസ്ലിം സമുദായത്തിൽ എന്ത് ഒగ్గട്ടില്ല. ഞങ്ങളെന്താ അവർ വിളിച്ച് കേൾക്കില്ല. നിങ്ങൾ ബിയർച്ച ഒരു വിജയമേ വണ്ടില്ലല്ലേ നിങ്ങൾക്ക്? എന്ത് ഖുർആന്റെ ഒട്ട് കേക്കോർ. അത് ജവാബ് തണ്ടപ്പ. നീ എന്തിരതാ റോങ്കുലുള്ള, അള്ളാഹുക്ക് ഇഷ്ടമല്ലാണ്ട് നീ നടന്നുകൊണ്ടുള്ള ചെന്നിട്ട് അത് ചെല്ലിട്ട് അപ്പൊ കൊന്തവർ ഞങ്ങളെ നേരാക്കിടത്ത്, നേരെ നിപ്പാട്ട് ഞങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കലോടത്തോളം റബ്ബേ ആ ഖുർആന്റെ നല്ല പോലെ പിരിസാക്കും, അതിന് നല്ല പഠിക്കും, അതിനെ മനസ്സിലാക്കുക, അത് ചെന്ന പോലെ ജീവിക്കുക. അള്ളാഹ് നീ ഞങ്ങൾക്കും ഞങ്ങളെ പെഞ്ഞി മക്കും ഞങ്ങളെ കുടുംബത്തിനും ഉമ്മ ബാപ്പക്കും ഇടീ മുസ്ലിം സമുദായത്തിൽ നീ നാവതാക്ക റബ്ബേ. അള്ളാഹുവേ അതെത്ര മുസ്ലിം തീരാണ്ട് ഔത്തിലും ഹോസ്പിറ്റലിൽ മസ്ത് കഷ്ടത്തിലും നൊമ്പത്തിലുള്ള റബ്ബെ ചില ദൂരക്കൊക്കെ വസിയത്താക്കിയാണ്. അള്ളാഹ് ഷാഫിയായ അങ്ങനത്തെ അള്ളാഹ് അങ്ങലതും ഞങ്ങളെ ഉമ്മ ബാപ്പ പെഞ്ഞയുമൊക്കെ കുടുംബത്തങ്ങളെ മുസ്ലിം സമുദായത്തങ്ങളെ എല്ലാവരും തടിയിൽ നിന്നത്തെ എല്ലാ സീക്രം നീ ഷിഫാക്ക് റബ്ബെ. മരിക്കൊടുത്തോളം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യത്തെ നീ താപ്പടച്ചോനെ. അള്ളാഹ് മരിക്കലോടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളെ പർസണൽ എന്തിരെല്ലാം സ്വരണ്ടു, തിന്നിടത്, കുടിക്കിടത്, എനിക്കിടത്, നടക്കിടത്, വാഷ്റൂമ് പോണ്ടത്, ഡ്രസ് ഇട്ടത്, പല്ലി ബണ്ടത്, ಇದೆಲ್ಲ ಸ್ವಂತ ನಂಗನೆ ಹಾಕಿಲ್ಲಗು ನೀನು ಆವದಾಕೊಂಡು ರಬ್ಬೆ. ಇದಕ್ಕೈಟ್ ಆರದಿಂದ ನಂಗೆ ಕಾತ പോലെ ആരതും ഞങ്ങൾ ബലിക്കാത്ത പോലെ റബ്ബെ ഞങ്ങളിത് നീനെ സലാമത്ത് ആക്കണല്ല. ഞങ്ങളെ ആരതും നീ ഇനൊരുത്തരെ കയ്യിൽ കൊടുത്തുരണ്ട റബ്ബെ, ഇനൊരുത്തരെ ഹങ്കിലിട്ടിരണ്ട റബ്ബെ, ഇനൊരുത്തരെ സഹായത്ത് കാത്തു നീക്കും പോലെ ആക്കിരണ്ട റബ്ബെ. നിന്റെ മാത്ര സഹായത്തിൽ ജീവിക്കുക നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ആവതാക്ക പഠിച്ചോനെ. പഠിച്ചതായ റബ്ബേ മരിക്കലോടത്തോളം ആ ഖുർആന്റെ ചന്ത പോലെ ഓതുകും അമലെടുക്കും. അള്ളാഹ് നീ ആവതാക്ക് റബ്ബേ. മരിക്കരണ്ട് സമയത്ത് പള്ളി വന്നിട്ട് ഫസ്റ്റ് സപ്പ് നീ നിസ്കരിക്കും, തോബാക്കും, സുന്നത്തിന് മുമ്പ് പിടിക്കും. അള്ളാഹുവെ ദാനധർമാക്കും, ഈ കൽബിടെ ക്ലീൻ വയ്ക്കും. അള്ളാഹുവെ നീ ഞങ്ങൾക്ക് ആവതാക്ക് റബ്ബേ. മരിക്കുമ്പത്തുക ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഷഹാദത്ത് കലിമ ചെന്നിട്ടേ മരിക്കുക നീ ആവതാക്ക് റബ്ബേ. ബില്ലാസിരണ്ട് മരിക്കുക ആവതാക്ക് റബ്ബേ. അള്ളാഹുവെ ഞങ്ങൾ മരിക്കുമ്പത്ത് ശൈത്താൻ ഞങ്ങളെ മുട്ട ബറാത്ത പോലെ ഞങ്ങളെ ചതിക്കാത്ത പോലെ റബ്ബെ നീനെ കാത്ത് സലാമത്താക്ക്. അല്ലാഹ് സഡൻലി ബണ്ട മൗത്ത്
അള്ളാഹുവെ അദാബുടെ മൗത്ത് ആക്സിഡന്റിന്റെ മൗത്തിരുത്തുരുട്ട് അള്ളാഹ് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്ക് റബ്ബ്. ഞങ്ങളെ കൈകാൽക്ക് നീ സുഖെടുത്താ പടച്ചോന്. ഞങ്ങൾ ആരതു നീ നഗർബാട്ടണ്ട റബ്ബ്. അള്ളാഹുവെ ഞങ്ങൾ ആരതു നീ നഗർബാട്ടണ്ട റബ്ബ്. തിന്നോ ഇല്ല, കുടിക്കോ ഇല്ല, എണിക്കൊകില്ല, നടക്കൊകില്ല, വാഷ്റൂമ് പോകില്ല, പള്ളി പോകില്ല, നിസ്കരിക്കൊകില്ല, അപരപര പോകില്ല, നെയ്ച്ച് തിന്നോകില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥക്ക് ഞങ്ങളെ നീ എത്തുപാട്ടിന്റെ റബ്ബ്. ഞങ്ങൾ ഹയ്യാത്തിക്കിടത് നിസ്കരിക്കുകയിട്ട് റബ്ബ്. ഞങ്ങൾ ഹയ്യാത്തിക്കിടത് തൗഹീദ് കയറ്റി റബ്ബ്. നിങ്ങൾ ഹയാത്തിക്കിടത് ഖുർആൻ ഓതുകയിട്ട് റബ്ബ്. നീ ചെന്ന പോലെ ജീവിക്കുകയിട്ട് റബ്ബ്. അള്ളാഹുവെ നീ മരിക്കോടത്തോളം അതാക്കുക നീ നിങ്ങൾക്ക് ആവതാക്കും റബ്ബ്. അള്ളാഹ് ಅದತ್ತರೆ ಮುಸ್ಲಿಮೀಂಗ ಜೈಲುಲ್ಲಾರ ರಬ್ಬ ಅಂಗ ಜೈಲುದುಂ ಕೇಸರಿ ಪರ್ತು ಬರಗುಂದಿ ನಾವದಾಕೊನ್ನ ಅಲ್ಲಾಹ್ ಅದತ್ತರೆ ಮುಸ್ಲಿಮೀಂಗ ಮರ್ಚಿಟ್ಟು ಕಬರ್ಲು ವರಂಗಿದಾರು ಅಂಗಲೆ ಕಬರ್ಲು ನೀ ವಿಶಾಲಮಾಕು ರಬ್ಬ ಅಂಗಲೆ ನೀ ಮಗಫಿರತ್ತಲಾಕು ರಬ್ಬ. ಅಲ್ಲಾಹುವೆ ಈ ಪಲ್ಲಿಗೆ ಆರೆಲ್ಲ ಇದರ ಕಾಂಟಿ ಮುನ್ನಲು ಸಹಾಯ ಹಾಕಿದಾರ, ಆರೆಲ್ಲ ಖಿದ್ಮತ್ ಹಾಕಿದಾರ, ಆರೆಲ್ಲ ಇಪ್ಪ ಸಹಾಯ ಹಾಕಿದಾರ, ಆರೆಲ್ಲ ಇಪ್ಪ ಇದರ ಖಿದ್ಮತ್ ಹಾಕಿ ಉಂಟುಲ್ಲಾರ, ಆರೆಲ್ಲ ಉಡಿಗೆ ನಿಸ್ಕರಿಕಗೂ ಬಂಡಾರ അങ്ങും ഞങ്ങൾക്കെല്ലാവർക്കും നീನು നല്ല ആരോഗ്യവും ആഫിയത്തും റഹ്മത്തും ബർക്കത്തും മഗ്ഫിറത്തും നിഅമത്തും നീ ചൊരിച്ചു തരുന്നു റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ വിജയത്തിലാക്കല്ലാ. സഹോദര സഹോദരിമാരെ ഈ പള്ളി മദ്രസ നടക്കുക മസ്ത് ചലോ എത്ര സ്റ്റാഫിനെ വെച്ചിട്ട് ഇത് നടപ്പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുണ്ടു. ഇതൊക്കെ വേணுന്നേ ഈ ചെലോയുടെ പൈസ നിങ്ങൾ ചെന്നിട്ട് കിട്ടണം. അതിലേറ്റ് നിങ്ങൾ നിസ്കരിച്ച് പോകുമ്പോൾ നിങ്ങൾ സഹായാക്കണം. അല്ലാഹുമ്മ ഗഫിർ ജമീൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലഹിയായ മിൻഹുൽ അംവാത് إنك مجيب الدعوة من ذي البركات يا خالي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر الإخوان المسلمين في فلسطين وفي السودان وفي كل مكان يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.